മോളെ, ഇന്നത്തെ കാലത്ത് കല്യാണക്കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും പറയുന്നതുകൊണ്ടും യാതൊരു തകരാറുമില്ല. നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നിന്റെ സമ്മതം വാങ്ങിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. എന്താ, നിനക്ക് സമ്മതമല്ലേ? നിനക്ക് മോഹനെ ഇഷ്ടമല്ലേ? എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് മോഹന്റെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ എന്തോന്ന് പക്ഷേ? എനിക്ക് മോഹനേട്ടന് ഇഷ്ടമാണമ്മേ. പക്ഷേ എന്തായി? അവൾക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇഷ്ടമാണ് പക്ഷേ എന്ന്. എന്നുവെച്ചാൽ സാഹിത്യം വരച്ചു കുടിക്കുന്ന ഭാഷ അച്ഛനല്ലേ അറിയാവൂ, എനിക്കറിയാവോ? ഇഷ്ടമാണ് പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? വിവാഹം സമ്മതമാണ്, പക്ഷെ അല്പം കൂടി കഴിഞ്ഞിട്ട് മതി, MA കഴിഞ്ഞിട്ട് മതി എന്നർത്ഥം. ഒരു MA കൊണ്ട് എന്തിനാ നിർത്തുന്നത്? ഒരു 4 MA ഇരുന്നോട്ടെ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഒരമ്മയുടെ വിഷമം പ്രസവിച്ചവർക്കല്ലേ അറിയൂ. അതിന് നീ കിടന്ന് വിഷമിക്കുന്ന എന്തിനാ ശാരി? ഞാൻ അവളെ നല്ല നിലയിൽ തന്നെ കെട്ടിച്ചയക്കും. അതിന് നീ ധൃതി പിടിച്ചോണ്ടായില്ല. നീ അപ്പുറത്ത് പോയി വല്ല ജോലി ഉണ്ടോ എന്ന് നോക്ക്. ഞാൻ ആ പുസ്തകം മുഴുവൻ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തു. പക്ഷെ അതിന്റെ അന്ത്യം അത്ര നന്നായെന്ന് തോന്നിയില്ല. രജനിയുടെ എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണ്. ലത ഈയിടെ കാണുന്നേയില്ലല്ലോ. അവളിനി കോളേജിൽ വരുന്നില്ല. എന്താ കാര്യം? അവളുടെ വിവാഹം നിശ്ചയിച്ചു 18-ാം തീയതി. ഓ, ലത മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ബോംബെയിലോ മറ്റോ ഒരാൾ. ബോംബെയിലല്ല, ബീഹാർ. ആ അതെ, ബീഹാർ. നന്ദിനിക്കുട്ടി കല്യാണത്തെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ലേ? അതോ ലതയെ പോലെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരും. ഡാഡിക്ക് സുഖമില്ലാത്തോണ്ട് ബിസിനസ്സുകാരെ ഞാനാ നോക്കുന്നത്. ആ, ഞാൻ പറഞ്ഞ പുസ്തകം തരാൻ മറക്കരുത്. ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ലതയുടെ മാരേജ് ഒക്കെ ഗംഭീരമായിരുന്നു. ഞാനിന്ന് ബോംബെയിലായിരുന്നേ. എന്റെ ആശംസകൾ അറിയിച്ചേക്കണേ. ഇപ്പൊ തിരക്കുണ്ടോ? എന്ത് വേണം? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. നാളെ ഉച്ചയ്ക്ക് ലൈബ്രറിയുടെ പുറത്തൊന്ന് വെയിറ്റ് ചെയ്യാമോ? ഓ യെസ്. വരണം വരണം മധുവരന്മാരെ. അമ്മാവനെ അറിയാലോ. അറിഞ്ഞില്ലെങ്കിൽ അറിയാനല്ലേ വരുന്നത്. കല്യാണത്തിന്റെ അന്ന് കണ്ടില്ലേ? കല്യാണത്തിന്റെ അന്ന് ഒരുപക്ഷെ കണ്ടാൽ തന്നെ ആ ബഹളത്തിനിടയ്ക്ക് വല്ല വെള്ളം കോരുകാരനോ വിറക് വെട്ടുകാരനോ പാചകക്കാരനോ ഒക്കെ ആണെന്ന് ധരിച്ചു കാണും. ഇരിക്കും. ഞാൻ അപ്പച്ചി കണ്ടിട്ടില്ല. ഈ ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം വളരെ മനസ്സിരുത്തി വായിക്കണം. അപ്പച്ചി, ഇതേ കണ്ണൂരിൽ നിന്ന് നോക്കി ഒരു കല്യാണ പെണ്ണ് വന്നിരിക്കുന്നു. മോളെ, നീ എപ്പോ എത്തി? ഞാൻ മാത്രമല്ല, കൂടെ ചേട്ടനും വന്നിട്ടുണ്ട്. മോളെ, ഞാനിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? വരുന്ന വിവരത്തിന് നിന്നെ കാര്യമെങ്കിലും പറഞ്ഞു വയ്ക്കാൻ മേലായിരുന്നു. അതുകൊണ്ടൊന്നും അപ്പച്ചി വിഷമിക്കണ്ട. എന്റെ ഭർത്താവ് തീരെ ഉപദ്രവകാരിയല്ല.
ഒരു ഗ്ലാസ് നല്ല ചായ കൊടുത്താൽ ഹീസ് ഹാപ്പി. ആ എന്നാ ഞാൻ ചായ ഇടാം. നന്ദിനിക്കുട്ടി എവിടെ? അവളും മുറി കാണും. മോളെ, നീ അവളെ നല്ലോണം ഒന്ന് ഉപദേശിക്കണം. ഞാൻ കല്യാണം കഴിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവൾ താനെ കല്യാണം വേണമെന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അവളുടെ കല്യാണം നടന്നിരിക്കും. അതിനവളെ സമ്മതിച്ചിട്ട് വേണ്ടേ? അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം പറ്റി. അച്ഛൻ വിളിക്കുന്നു, ചായക്ക് സമയമായി. അയ്യോ, എനിക്ക് വയ്യ. നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട്? എന്നെ വലിയ കാര്യമാ, പക്ഷെ ഭയങ്കര മടിയനാ. എങ്ങും യാത്ര പോകുന്നത് ഇഷ്ടമല്ല. ആട്ടെ, അപ്പൊ നീ എന്നാ ഇവിടുന്ന് പോകുന്നത്? നാളെ. അതല്ലേ ഇന്ന് വന്നത്? ചേട്ടന് ലീവ് കൂടുതലുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ഇന്ന് കമ്പി വന്നു. ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞ് പോവാതിരിക്കാൻ പറ്റൂ? മേച്ചോടും കേച്ചോടും നീ തന്നെ അന്വേഷണം പറയണേ. ഞാൻ പറയാം. നിന്റെ ചേട്ടൻ എവിടെ? അമ്മാവനിപ്പോ കവിത വായിച്ച് കൊല്ലുന്നുണ്ടായിരിക്കും. ഞാൻ ചെന്നിട്ട് എഴുതാം. വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അത്ര ഓസിന് വിശേഷമൊന്നും അറിയണ്ട. അറിയണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിലേ ഒന്ന് കല്യാണം കഴിക്കാൻ നോക്ക്. കാത്തു നിന്ന് മുഷിഞ്ഞു അല്ലേ? സാരമില്ല. ഞാനൊരു കാര്യം പറയാനാ കാണണമെന്ന് പറഞ്ഞത്. എന്താ കാര്യം? പറയൂ. ഞാൻ ചന്ദ്രനെ സ്നേഹിക്കുന്നു. എനിക്ക് ചന്ദ്രനെ ഇഷ്ടമാണ്. സത്യമാണോ പറയുന്നത്? വീട്ടിൽ വിവാഹം കഴിക്കാനായി അച്ഛനും അമ്മയും എന്നെ നിർബന്ധിക്കുകയാണ്. ചന്ദ്രൻ എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ താമസിച്ചോ? ബെല്ലടിച്ചിട്ട് നോട്ട്സ് എഴുതിയിരുന്നില്ല. എന്താ വല്ലാതെ ഉയർത്തിരിക്കുന്നത്? ഒന്നുമില്ല, വരൂ. ഇപ്പോഴത്തെ യൂണിയൻ ചെയർമാൻ ചന്ദ്രന്റെ ഫ്രണ്ട് അല്ലേ? അതെ. ചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ഉദ്ഘാടനത്തിന് രജനിയെ കൊണ്ടുവന്ന് ഒന്ന് പ്രസംഗിപ്പിക്കാമോ? ഓ യെസ്. എന്ന് മാത്രമല്ല, കൊണ്ടുവരിപ്പിക്കുകയും ചെയ്യാം. എന്താ പോരെ? അല്ല, നന്ദിനിക്കുട്ടിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇതായിരുന്നു. അതാ എന്റെ വീടിനടുത്തുള്ള കുട്ടി പോന്നു. ഞാനും പോട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ശ്രീ രജനി വന്നെത്തിയിട്ടുണ്ട്. ഞാൻ ശ്രീ രജനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. രജനി പാടണം. എനിക്ക് പാടാൻ അറിയില്ല. അറിയാതെ ഞാൻ എങ്ങനെ പാടും? ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. നിങ്ങളുടെ കോളേജിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമസ്കാരം. ഇതാണ് നന്ദിനിക്കുട്ടി, സാറിന്റെ ഏറ്റവും വലിയൊരു ആരാധികയാണ്. BA മലയാളം സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. ഓഹോ, അപ്പൊ നിങ്ങളുടെ കൂലാണോ അവിടെ ഉറക്കെ കേട്ടത്? സാറിന്റെ എല്ലാ കൃതികളും നന്ദിനിക്കുട്ടി വായിച്ചിട്ടുണ്ട്. നന്ദിനി കാരണം ഞാനും ചിലതൊക്കെ വായിച്ചു. ഓഹോ, അങ്ങനെയാണോ? ഈ ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലും എന്താണ് എഴുതേണ്ടത്? എന്തെങ്കിലും ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. മനസ്സിലാക്കാവുന്നവർക്ക് ഒരുപടി അർത്ഥം അതിനകത്തുണ്ട്. അദ്ദേഹം വളരെ അറിവുള്ള ആളാ മോളെ. എന്ത് പറയാനാ? ആ നശിച്ച പിള്ളേർ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒന്നും സംസാരിച്ചുമില്ല. എന്നോട് ചോദിച്ചു ഏത് നോവലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. ഇതിൽ തുടങ്ങുന്ന ഒരു കവിത അച്ഛൻ ഇന്ന് എഴുതി തീർക്കും. നീ എന്തിനായിരുന്നു ഉറക്കളയ്ക്കുന്നത്? പോയി കിടന്നുറങ്ങ. എന്തുമായിരുന്നു കുത്തിക്കുറിക്കലെന്ന്? കുട്ടിയൊന്നുമല്ല. ജീവിതത്തെ കുറെ കൂടി ഗൗരവമായി കാണണം. നീ കാരണം ഞാൻ എത്ര വേദനിക്കുന്നെന്നറിയാമോ?
നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടേനെ. എന്നതാണോ സ്ഥിതി? നീ ഇങ്ങനെ പോയാൽ ഭാവിയിൽ താങ്ങും തണലുമായി ആരുണ്ട്? അമ്മ എന്നും ജീവിച്ചിരിക്കുമോ? ഞാൻ എന്ത് വേണം? നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. ഞാൻ രവിയുടെ വീട്ടിൽ പോയിരുന്നു. നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന ഭർത്താവാണെന്ന് 100 തവണ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നിന്നെ ഞാൻ നിർബന്ധിക്കുന്നത്. നിനക്കിഷ്ടമാണെങ്കിൽ പിന്നെ യാതൊരു ചടങ്ങിന്റെ ആവശ്യമില്ല, കല്യാണം നടത്തുകയേ വേണ്ടൂ. നിനക്കിഷ്ടമാണോ മോളെ? എനിക്കിഷ്ടമാണ്. എന്താ നന്ദിനിക്കുട്ടി? ഒന്നുമില്ല, ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തത്. ഉറങ്ങാൻ നോക്കൂ. എന്തായി? രവിയെ കണ്ടോ? രവിയെ കണ്ടു, അമ്മാവനെ കണ്ടു, ആലോചിച്ചു, മുഹൂർത്തവും നിശ്ചയിച്ചു. എന്നാ? ബുധനാഴ്ച രാവിലെ 10-നും 12-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ. ഇരിക്കും മോനെ. നേരാണ് നന്ദിനി ചേച്ചി ആൾക്കാർ പറയുന്നേ. എന്തു പറഞ്ഞു? നന്ദിനി ചേച്ചിയുടെ കല്യാണാണെന്ന്. നേരാണ്. അപ്പൊ നന്ദിനി ചേച്ചിക്ക് ഇനി പുസ്തകം വേണ്ടല്ലേ? എങ്ങനെയുണ്ടോ പിഞ്ചേന്റെ ഭർത്താവിന്റെ സെലക്ഷൻ? നന്നായിട്ടുണ്ട്. വേണുവിന് ഇങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ അറിയാമോ? അത് പിന്നെ നിത്യ തൊഴിലല്ലേ അമ്മായി? ആഴ്ചയിൽ ഓരോ സാരി വാങ്ങിച്ചു കൊടുത്തില്ല, പിന്നെ അവിടെ ചെവിതല വെക്കാൻ ഒക്കത്തില്ല. ഞാനിപ്പോ മോളെ നന്ദിനിക്കുട്ടി, സാരിയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ തത്ത എങ്ങനെ ഇട്ട് കുത്താതെ മതി. ആ എന്താ റെഡിയായില്ലേ? മോളെ നിന്നെ കാണാൻ ആര് വന്നിരിക്കുന്നു? പോയിട്ട് വാടി. എന്നാ നമുക്ക് നോക്കാം. എന്നെ ആരും കല്യാണത്തിന് വിളിച്ചില്ല. ഞാൻ അറിഞ്ഞു വന്നതാണ്. രാവിലെ 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ ബോംബെക്ക് പോവുകയാണ്. നന്ദിനിയെ കണ്ട് ആശംസകൾ അറിയിക്കാനാണ് വന്നത്. ഓൾ ദി ബെസ്റ്റ്. കരയാതെ മോളെ, കരയാതെ.
സാറ് ഇന്നലെ വരുമെന്ന് വിചാരിച്ചു. പെണ്ണ് വരാതെ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ പാച്ചുപിള്ളേ? ഇതാണ് അത് മനസ്സിലായി. പാച്ചുപിള്ള ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. 24 മണിക്കൂർ ഈ കോമ്പൗണ്ടിൽ തന്നെ കാണും. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാരും വന്നില്ലേ? ആരൊക്കെയോ വരികയോ പോവുകയൊക്കെ ചെയ്തു. ഒന്നും ആയിട്ടില്ല ഇതുവരെ. പാച്ചുപിള്ള പെട്ടിയെ കൃത്ത അസൈ വെച്ചു. ഓ, ഇല്ല. അയ്യോ, ചേട്ടത്തി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. നന്ദിനിക്കുട്ടി ആദ്യം ഏത് കാലം അകത്ത് വെച്ചത്? അയ്യോ, എനിക്ക് ഓർമ്മയില്ല. ആദ്യമായി വീട്ടിൽ കയറുമ്പോ വലതുകാലം വെച്ച് കയറണമെന്നാ നിയമം. നമുക്ക് ഒന്നുകൂടി കയറി സംശയം തീർത്താലോ? പാച്ചുള്ളേ, അറിയാതെ ആദ്യം ഇടതുകാലം വെച്ച് കയറിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോ ആചാരമാണ് സാർ. എല്ലാത്തിലും പ്രധാനം മനപ്പൊരുത്തമാണ്. ഇതാണ് സ്വീകരണ മുറി. അതിഥികൾക്ക് ഞാൻ ഇതുവരെ പ്രവേശനം കൊടുക്കാറുള്ളൂ. ഈ കിടക്കുന്ന ഫർണിച്ചർ എല്ലാം കല്യാണം പ്രമാണിച്ച് ഞാൻ വാങ്ങിയതാണ്. ഇതെങ്ങനെയുണ്ട്? ചുളുവിലക്ക് കിട്ടി. 350 റുപ്പീസ് കൊടുത്തു. ഈ സെറ്റിന് എത്ര രൂപയായിട്ടുണ്ടെന്നാ നന്ദിനിക്കുട്ടിയുടെ വിചാരം? വില അല്പം കൂടിപ്പോയി. 2000 റുപ്പീസ് കൊടുത്തു. പക്ഷേ സാധനം ഉണ്ടല്ലോ, പോരണം. വരൂ, അകത്തേക്ക് പോവാം.